ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. ഇങ്ങനെയൊക്കെ വചനം പറയുന്നെങ്കിലും പലപ്പോഴും നാം ഭാരത്തിലും പ്രയാസത്തിലും ചിന്തകളിലും ആകുലതകളിലും വീണു പോകാറുണ്ട്. നാം മനുഷ്യരാണ് എന്നതിൻ്റെ തെളിവാണ് നാം ഇതുപോലെയുള്ള വികാരങ്ങൾക്കകത്ത് നാം വീണു പോകുന്നത്. ദൈവം അതുകൊണ്ടാണ് നമുക്ക് വചനം തന്നിരിക്കുന്നത്. നാം വചനത്തിലേക്ക് നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് വചനം നാം അനുസരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. വചനത്തെ അനുസരിക്കണം. വചനം എന്തു പറയുന്നു? നിങ്ങൾ സകല ചിന്തകളും ആകുലതകളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക, നിങ്ങളുടെ ഭാരങ്ങളുടെ യഹോവയുടെ മേലിട്ടുകൊള്ളുക. കാരണം ബൈബിൾ ഒരിക്കലും നമ്മളോട് പറയുന്നില്ല ഭാരം നമ്മോട് ചുമക്കുവാൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവൻ, നമ്മുടെ ഭാരം യേശുവിന് കൊടുക്കണം. വചനം പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അവനെ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധി കവിഞ്ഞ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളും നനവുകളും ക്രിസ്തുയേശുവിൽ കാക്കും. നാം അവനെ അറിയിക്കണം. നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മുടെ ജോലിയാണ് നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ചിന്തകളെ, ഭാരങ്ങളെല്ലാം നമ്മൾ അവനെ അറിയിക്കണം. വചനം അങ്ങനെ പറയും. ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. അറിയിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ദൈവിക സമാധാനം. നമുക്ക് സ്വസ്ഥത ലഭിക്കും. നാം സ്വസ്ഥരാകണം. ഭാരം നമ്മോട് ചുമക്കുവാനല്ല പറയുന്നത്, ഭാരം ദൈവത്തിൻ്റെ മേലിടുക, യേശുവിൻ്റെ മേലിടുക. കാരണം അവൻ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. വചനത്തെ അനുസരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സകല സത്യത്തിലും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ വചനവും അനുസരിക്കുവാൻ നിങ്ങളുടെ സകല ഭാരങ്ങളും യേശുവിലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളും. നിങ്ങളുടെ ഭാരങ്ങൾ യഹോവയുടെ മേലിട്ടുകൊള്ളുക. ദൈവം പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അവന് മാറാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ.